വഴി ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒത്തിരി സീറോ ബാലൻസ് ആകുന്ന അവസ്ഥയിലേക്ക് കാര്യമെത്തി. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി എങ്ങനെ ബിസിനസ് മുന്നോട്ട് പോകും, എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രതിസന്ധി അവസ്ഥ. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വെളുപ്പിന് 4 മണിക്ക് രാവിലെ പ്രാർത്ഥനയോടുകൂടി, ഒരു അക്ഷരവും ഇണ്ടാതെ പ്രാർത്ഥനയോടുകൂടി അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഈ കൃപാസനം മാതാവിന്റെ സന്നദ്ധിയിൽ എത്തുന്നത് വരെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വേറെ ഒന്നും സംസാരിച്ചില്ല. വെളുപ്പിന് ആദ്യത്തെ ബാച്ചിൽ തന്നെ ഹസ്ബൻഡിന്റെ പേരിൽ ഉടമ്പടി എടുക്കുക, ഞങ്ങൾ ഒന്നിച്ച് ആ ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. പുതിയ ഒരു ഉടമ്പടി എടുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായത്. ദൈവ പരിപാലനയുടെ ഒരു അദൃശ്യ കരം ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിയുകയായിരുന്നു. പൈസ നഷ്ടപ്പെട്ടത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും നമുക്ക് ഒരാളുടെ മുന്നിലും 1 രൂപയ്ക്ക് വേണ്ടി കൈനീട്ടാതെ, ഒരു അധപതനത്തിലേക്കും പോകാതെ മാതാവ് നമ്മളെ താങ്ങി സംരക്ഷിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം എനിക്ക് എൻ്റെ മോൾക്ക് 50,000 രൂപ ഫീസ് അടക്കണം. നമ്മുടെ പൈസ മൊത്തം നഷ്ടപ്പെട്ടേക്കാണ്. ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമേ, ഇത്രയും നാൾ നമ്മൾ ഫിനാൻഷ്യലി നല്ല സെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തവർക്ക് പെട്ടെന്ന് ഒരു ക്രൈസിസ് വരുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല. നമ്മൾ തളർന്നില്ല, നമ്മൾ പ്രാർത്ഥിച്ചു. എന്ത് ചെയ്യും, ആരോടും ചോദിക്കാനില്ല, എന്ത് ചെയ്യും ഒന്നും അറിയില്ല, ജസ്റ്റ് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ബെല്ലടിച്ചു, ജസ്റ്റ് ഒരു മെസ്സേജ്. ഞാൻ ആ മെസ്സേജ് നോക്കിയപ്പോൾ ക്രെഡിറ്റഡ് 50,000. എനിക്കപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നത് 50,000 രൂപയായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ 50,000 രൂപ ക്രെഡിറ്റ് ആയി. അതെങ്ങനെയായി? ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആരോടും പൈസ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അതെൻ്റെ ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചറിനെ ഞാൻ അപ്പം തന്നെ ഫോണിൽ വിളിച്ചു. എന്താ ടീച്ചറെ, ഈ ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കണേ. അത് എനിക്കിപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് പൈസയായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, നിനക്കിപ്പോൾ ആവശ്യം ഉണ്ടാവും, അതുകൊണ്ട് ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ, നീ എനിക്ക് പിന്നീട് ഉള്ളപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ദൈവം എന്നെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് ആ ഫീസ് അടക്കാൻ പറ്റി. ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മളുടെ അടുത്ത് ഒരു വൃദ്ധസദനങ്ങളിലും ഊട്ടുശാലയിലും അനാഥ മന്ദിരങ്ങളിലും എല്ലാം ഫുഡ് കൊടുക്കുകയും വസ്ത്രങ്ങൾ കൊടുക്കുകയും കാരുണ്യ പ്രവൃത്തികൾക്ക് ഒരു കുറവും സംഭവിക്കാത്ത രീതിയിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മൾ ഒരു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കണേ. അപ്പോൾ എനിക്ക് നാളേക്ക് 1 lakh rupees വേണം. പക്ഷേ എൻ്റെ കയ്യിൽ ആ ക്യാഷ് ഇല്ല. നമുക്ക് കടയിലേക്ക് സ്റ്റോക്ക് വന്നതിന്റെ പേയ്മെന്റ് അടക്കാനുള്ള പൈസയാണ്. പക്ഷെ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ആ അനാഥശാലയിൽ അനാഥർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പുതിച്ചോറുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. ഒരു ചേച്ചി, ജസ്റ്റ് ഒരു ഷോപ്പിൽ വന്ന് പരിചയമുള്ള ഒരു ചേച്ചി എന്നോട് വെറുതെ കുശലം ചോദിച്ച് സംസാരിക്കുന്നതിനിടയിൽ എന്റെ സൗണ്ട് ചേഞ്ച് ആയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി, സൗണ്ടിന് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ട്രാജഡി പറ്റി, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് നഷ്ടപ്പെട്ടു, അപ്പോൾ ബിസിനസ്സിന് കുറച്ച് ട്രാജഡീസ് പറ്റിയിട്ടുണ്ട്, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഡ്യൂട്ടി അവിടെ കണ്ടിന്യൂ ചെയ്തു. ആ പാവപ്പെട്ടവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. അവിടെ ഉച്ചയ്ക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്നെ ആ ചേച്ചി വിളിച്ചിട്ട് പറയാണ്, നീ തിരിച്ചു പോരുന്ന വഴി എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വരണം. ഞാൻ അങ്ങനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ ഇത് വെച്ചോ. ഞാൻ പറഞ്ഞു, ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല, മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കിപ്പോൾ ഈ പൈസ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ്